ഹായ് ഓൾ, HSM മാത്സ് മൊഡ്യൂൾ 1 കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ പരിചയപ്പെടാം. അപ്പോൾ സിലബസ് ബേസ്ഡ് ആയിട്ടാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ കൂട്ടിച്ച് പോന്നോളൂ. ഒന്നാമത്തെ ചോദ്യം, n of a ഈക്വൽ ടു 10, n of b ഈക്വൽ ടു 6, n of c ഈക്വൽ ടു 5, a b c എന്നിവയ്ക്ക് പൊതുവായി ഒരു അംഗം പോലും ഇല്ല എങ്കിൽ n of a യൂണിയൻ b യൂണിയൻ c ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ n of a യൂണിയൻ b യൂണിയൻ c ഈക്വൽ ടു n of a പ്ലസ് n of b പ്ലസ് n of c മൈനസ് n of a ഇൻ്റർസെക്ഷൻ b മൈനസ് n of b ഇൻ്റർസെക്ഷൻ c മൈനസ് n of a ഇൻ്റർസെക്ഷൻ c. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്, അതൊന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഇവിടെ എയിലും ബിയിലും സിയിലും കോമൺ ആയിട്ട് ഒരു അംഗവും ഇല്ല, അതായത് ഇവർ മൂന്നും ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലേ. അപ്പോൾ എന്താ, n of a ഇൻ്റർസെക്ഷൻ ബി, n of b ഇൻ്റർസെക്ഷൻ സി, n of a ഇൻ്റർസെക്ഷൻ സി ഇവയെല്ലാം എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എന്താണ്, n of a പ്ലസ് n of b പ്ലസ് n of c, അത് മാത്രം കണ്ടാൽ മതി. അത് നമുക്ക് തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം കൂടി അങ്ങോട്ട് കൂട്ടുക. അപ്പോൾ 10 പ്ലസ് 6 പ്ലസ് 5 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 21. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. തന്നിരിക്കുന്നവയിൽ ഏകാംഗ ഗണം ഏതാണ്, രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ ഏകാംഗ ഗണം എന്ന് വെച്ചാൽ എന്താണ്, സിംഗിൾട്ടൺ സെറ്റ്. എന്താണ് സിംഗിൾട്ടൺ സെറ്റ്? അപ്പോൾ മലയാളം വേർഡ്സ് ഒന്ന് പഠിച്ചു വെക്കുക, കാരണം പരീക്ഷയ്ക്ക് ഫുള്ള് മലയാളം ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ അതിൽ ഓപ്ഷൻ എ നോക്കുക. അത് എന്താണ് തന്നിട്ടുള്ളത്, mod x ഈക്വൽ ടു 10 അല്ലേ. mod x ഈക്വൽ ടു 10 എന്ന് വെച്ചാൽ mod x ഈക്വൽ ടു 10 ആണെങ്കിൽ എക്സിന് വരാവുന്ന വാല്യൂസ് എന്തൊക്കെയാണ്, എക്സിന് എന്തൊക്കെയാണ് വരാം, -10ഉം +10ഉം അല്ലേ. -10 +10, അതായത് രണ്ട് വാല്യൂസ് വന്നു. സോ അതെന്തല്ല, സിംഗിൾട്ടൺ സെറ്റ് അല്ല. ഇനി ഓപ്ഷൻ ബി ഒന്ന് നോക്കിയേ. ഓപ്ഷൻ ബിയിൽ mod x ഈക്വൽ ടു 20, mod x ഈക്വൽ ടു 20. അപ്പോൾ വരാൻ ചാൻസ് -20യും ഉണ്ട് 20യും ഉണ്ട്. ബട്ട് ഇവിടെ നോക്കിയേ, എക്സ് എന്താണ്, ഒരു നാച്ചുറൽ നമ്പറാണ്. നാച്ചുറൽ നമ്പർ മീൻസ് മൈനസ് വരോ ഇല്ല. സോ 20 മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ അല്ലേ. അതിൽ സിംഗിൾട്ടൺ സെറ്റ് 20 മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ. അടുത്ത ചോദ്യം ഒന്ന് നോക്കിയേ. n of a ഈക്വൽ ടു 4, n of b ഈക്വൽ ടു 7 എങ്കിൽ n of a യൂണിയൻ ബിയുടെ ഏറ്റവും കുറഞ്ഞ വിലയും കൂടിയ വിലയും എത്രയാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ n of a യൂണിയൻ ബിയുടെ കുറഞ്ഞ വില കൂടിയ വില കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളതിൽ നിന്ന് n of a യൂണിയൻ ബിയുടെ ഇക്വേഷൻ ഒന്ന് എഴുതി വെക്കാം. n of a പ്ലസ് n of b മൈനസ് n of a ഇൻ്റർസെക്ഷൻ b. അപ്പോൾ ഇതിൽ n of a ഇൻ്റർസെക്ഷൻ b ഇല്ലാതെ വരുമ്പോഴല്ലേ ഇതിന് മാക്സിമം വാല്യൂ കിട്ടത്തുള്ളൂ. അപ്പോൾ കൂടിയ വില കിട്ടുന്നതിന് n of a ഇൻ്റർസെക്ഷൻ b എന്തായിരിക്കണം, 0 ആയിരിക്കണം. അതായത് അപ്പോൾ ബാക്കിയുള്ളത് എന്ത് വരും, 7 + 4 ദാറ്റ്സ് ഈക്വൽ ടു 11. അതാണ് നമ്മുടെ കൂടിയ വില. പിടികിട്ടിയോ? ഓക്കെ, ഇനി കുറഞ്ഞ വില കിട്ടണം. കുറഞ്ഞ വില കിട്ടണം n of a ഇൻ്റർസെക്ഷൻ b മാക്സിമം ആയിരിക്കണം അല്ലേ. അതായത് എ എന്തിലുണ്ടാവണം, ബിയിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടാവണം. എ ബിയുടെ സബ്സെറ്റ് ആയിരിക്കണം. അപ്പോൾ n of a യൂണിയൻ ബി എന്തായിട്ട് മാറും, ബിയിൽ എ ഉണ്ടെന്നുണ്ടെങ്കിൽ n of b അല്ലേ. അപ്പോൾ n of b എന്താണ് ഇവിടെ, 7. അപ്പോൾ 7 ആണ് ഇവിടെ കുറഞ്ഞ വില. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എസ് ആൻസർ. അടുത്ത ചോദ്യം നോക്കിയേ. a ഈക്വൽ ടു 1 2 3, b ഈക്വൽ ടു 1 2 എങ്കിൽ എയിൽ നിന്നും ബിയിലേക്കുള്ള ബന്ധങ്ങളുടെ എണ്ണം. ബന്ധങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്, റിലേഷൻ. അപ്പോൾ ഓർമ്മിച്ച് വെക്കുക ഈ ഒരു ഇക്വേഷൻ. നമ്പർ ഓഫ് റിലേഷൻസ് കാണാൻ 2m ഇൻറ്റു n. എന്താണ് 2m ഇൻറ്റു n? ഇവിടെ എയിൽ 1 2 3, ബിയിൽ 1 2 അല്ലേ. അപ്പോൾ m ഈക്വൽ ടു 3യും n ഈക്വൽ ടു 2. അപ്പോൾ എന്ത് എഴുതും, 2m ഇൻറ്റു n, അതായത് 2
3 ഇൻറ്റു 2 അതെന്ത് വരും 2�6. 2�6 എത്രയാണ് 64. അപ്പോൾ ആൻസർ എന്താണ് ഇവിടെ വരിക ഓപ്ഷൻ ബി 64. അടുത്ത ചോദ്യം ആർ ഫ്രം എക്സ് പ്ലസ് 3y = 6 എന്നത് എണ്ണൽ സംഖ്യാഗണത്തിൽ നിർവചിച്ചിട്ടുള്ള ഒരു ബന്ധമാണ്. ആറിൻ്റെ മണ്ഡലം ഏതാണ്? മണ്ഡലം മീൻസ് ഡൊമൈൻ. ഓക്കെ, അപ്പോൾ മണ്ഡലത്തിന് ഡൊമൈൻ എന്ന് പറയും. അപ്പോൾ റേഞ്ചിനെയോ അതിനെ പരിധി എന്ന് പറയും. മണ്ഡലം ഡൊമൈനും റേഞ്ച് പരിധിയുമാണ്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ കുറച്ച് വേർഡ്സ് ഉണ്ട്, അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, അത് എക്സിന് കൊടുക്കാവുന്ന വാല്യൂസ്. അപ്പോൾ റേഞ്ചോ അത് വൈക്ക് നമുക്ക് ലഭിക്കുന്ന വാല്യൂസ്. ഓക്കെ, കിട്ടിയല്ലോ. അപ്പോൾ എക്സ് പ്ലസ് 3y = 6. അപ്പോൾ ഞാൻ ഇത് എഴുതാണ് കേട്ടോ. 3y = 6 - x, y = 6 - x/3. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എക്സിന് കൊടുക്കാവുന്ന വാല്യൂസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. നമുക്കിവിടെ ഡൊമൈൻ എക്സിൻ്റെ വാല്യൂസാണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ആ ഇക്വേഷൻ y ഒക്കർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സിന് ഇവിടെ കൊടുക്കാവുന്ന വാല്യൂസ് നമ്മുടെ ഓപ്ഷൻസിലുണ്ട് 1, 2, 3. 1, 2, 3 ഇപ്പോൾ 3 നമ്മൾ ഇട്ട് നോക്കിയാൽ മതി. എന്നിട്ട് y എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഞാനാദ്യം 1 ഇട്ട് നോക്കുകയാണേ. അപ്പോൾ y = 6 - 1/3. ഇപ്പോൾ എന്ത് വന്നു 5/3. 5/3 ഒരു നാച്ചുറൽ നമ്പർ ആണോ? അല്ല, എണ്ണൽ സംഖ്യ ആണ് കേട്ടോ നാച്ചുറൽ നമ്പർ. അപ്പോൾ അത് നാച്ചുറൽ നമ്പർ അല്ല. സോ 1 വരില്ല. പിന്നെ രണ്ടാമത്തേത് 2 ഇട്ട് നോക്കാം. അപ്പോൾ y = 6 - 2/3 ഉണ്ടോ? അപ്പോൾ 4/3. എഗെയിൻ അതൊരു എണ്ണൽ സംഖ്യ അല്ല അല്ലേ, അപ്പോൾ അതും വരില്ല. പിന്നെ ലാസ്റ്റ് ചാൻസ് ഏതാണ് 3. y = 3 ഇട്ട് നോക്കിയാൽ 6 - 3/3 3/3 വരുന്നുണ്ട്. അതൊരു എണ്ണൽ സംഖ്യ ആണ്. സോ ഇറ്റ്സ് എ നാച്ചുറൽ നമ്പർ. സോ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓക്കെ, അടുത്തൊരു ചോദ്യം എഫ് ഫ്രം ആർ ഓൺ ടു ആർ എന്നത് f(x) = 3 - 4x എന്നാണ് എങ്കിൽ എഫ് എന്നത് എന്താണ്? ബൈജക്റ്റീവ്, 1, 1 ഓൺ ടു ഇൻജക്റ്റീവ്. ഓക്കെ, അപ്പം നമ്മൾ ബൈജക്റ്റീവ് എങ്ങനെയാണ് പറയുക? 1, 1 ഓൺ ടു ആയിരിക്കണം അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ അത് എന്ത് പറയും? ബൈജക്റ്റീവ് ആണെന്ന് പറയും. നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ എഴുതി നോക്കാം. അതിൻ്റെ f(x) = 3 - 4x അത് 1, 1 ആവണമെന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടീഷൻ? f(x) = f(x2) implies x1 = x2. അപ്പോൾ ഇതിൽ 3 - 4x1 = 3 - 4x2 ഇട്ട് നോക്കി. x1 = x2 കിട്ടുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ 3ഉം 3ഉം വെട്ടിക്കളയാം, 4ഉം 4ഉം വെട്ടിക്കളയാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x1 = x2 എന്ന് കിട്ടി. സോ ഇറ്റ്സ് എ 1, 1 ഫംഗ്ഷൻ. ഇനി ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യണത് എങ്ങനെയാണ്? y = f(x) എന്ന് എഴുതിയിട്ട് ഇൻവേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ y = 3 - 4x എന്ന് എഴുതി. ഇനി എന്താ ചെയ്യേണ്ടത്? അതിന് എക്സിൻ്റെ ടേംസിൽ എഴുതണം. അപ്പോൾ 3നെ സമത്തിന് ഇപ്പുറത്തോട്ടെടുത്താൽ y - 3 = -4x. അതിൽ -4 സമത്തിൻ്റെ അപ്പുറത്തോട്ട് എടുത്താൽ എന്ത് വരും? -y - 3 = 4x. 3 - y = 4x. x = 3 - y/4 കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് ഇൻവേഴ്സ് ഉണ്ടെന്ന് മനസ്സിലായി. സോ അതൊരു ഓൺ ടു ഫംഗ്ഷന് കൂടിയാണ്. അങ്ങനെയെങ്കിൽ എഫ് എന്നത് എന്താണ്? ഇറ്റ്സ് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. കിട്ടിയല്ലോ. അടുത്ത ചോദ്യം എഫ് ഫ്രം ആർ ഓൺ ടു ആർ എന്നത് നിർവചിച്ചിട്ടുള്ളത് f(x) = 22x - 11 എന്നാണ്. കൂടാതെ g = f ഇൻവേഴ്സ് ആയാൽ g(x)ൻ്റെ വില എന്ത്? g = f ഇൻവേഴ്സ് ആയാൽ g(x)ൻ്റെ വില. ഇപ്പോൾ g = f ഇൻവേഴ്സ് ഇത് കണ്ടാൽ തന്നെ അറിയാം. ഇതെങ്ങനെയാണ് നമ്മൾ കാണാം? എഫ് ഇൻവേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണത് എങ്ങനെയായിരുന്നു? ഓൺ ടുവിൽ നമ്മൾ എഫ് ഇൻവേഴ്സ് ചെക്ക് ചെയ്യണത് കണ്ടിരുന്നു അല്ലേ? അത് y എഴുതിയിട്ട് f(x) = y കൊടുത്തിട്ട് എക്സിൻ്റെ ടേംസ് നമ്മൾ എഴുതുന്നു.
സോ വൈ ഈക്വൽ ടു 22 എക്സ് മൈനസ് 11. അപ്പോൾ 11നെ അപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ വൈ പ്ലസ് 11 ഈക്വൽ ടു 22 എക്സ്. സോ എക്സ് ഈക്വൽ ടു വൈ പ്ലസ് 11/22 കിട്ടിയല്ലോ. അത് നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുണ്ടല്ലോ. എന്താണ് അതിന് നമ്മൾ ജി ഓഫ് എക്സിൻ്റെ ടേംസിൽ എഴുതിയാൽ എക്സ് പ്ലസ് 11/22 എക്സിൻ്റെ ടേംസിൽ എഴുതിയാൽ സോ എക്സ് പ്ലസ് 11/22 ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ.